ഹായ്, ഇന്ന് നമ്മുടെ വർക്ക്ഷോപ്പിലൊരു ആക്റ്റീവ കൊണ്ടുവന്നു. അപ്പോൾ ആ ആക്റ്റീവയുടെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓയിൽ ലീക്ക്. ഇതൊരു ആക്റ്റീവ 5Gയുടെ എഞ്ചിനാണ്. അപ്പം ഈ ആക്റ്റീവയുടെ ഓയിൽ ലീക്ക് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവിൽ കൂടുതൽ ഓയിൽ ഒഴിച്ചുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പം ഈ നമ്മുടെ ഈ 5G നമ്മുടെ ആക്റ്റീവ ന്യൂ മോഡൽ മുതൽ 5G വരെയുള്ള ആക്റ്റീവയ്ക്ക് 700 ml ഓയിൽ മതി. അത് ആ ഓയിലിൻ്റെ സ്റ്റിക്കിൽ എഴുതിയിട്ടുണ്ട്. പഴയ മോഡൽ വണ്ടിക്ക് 800 വേണം. അപ്പോൾ നമുക്ക് ഈ ഓയിൽ മേടിക്കാൻ കിട്ടുമ്പോൾ 800 ml കിട്ടുന്നത്. ആ 800 ml ഫുള്ളായിട്ട് ഇതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ലീക്ക് ഉണ്ടാകും. അതിപ്പോൾ ആദ്യം ഒഴിക്കുമ്പോൾ ഉണ്ടാകണമെന്നില്ല, കുറച്ച് കാലക്രമേണ ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഓയിൽ ലീക്ക് ഉണ്ടാകും. അപ്പോൾ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ക്രാങ്കിൻ്റെ അവിടുത്തെ 2 ഓയിൽ സീലും LH ഓയിൽ സീലും പോകും. പാക്കിങ്, ഹെഡ് ബീഡിങ്, ഓയിൽ പാക്കിങ് എവിടെല്ലാം ഉണ്ടോ, ഓയിൽ സീൽ എവിടെല്ലാം ഉണ്ടോ അതിലെല്ലാം ഓയിൽ ചാടും. അപ്പോൾ ഓരോ എഞ്ചിനും ഓരോ കപ്പാസിറ്റി ഉണ്ട് ഓയിൽ ഒഴിക്കാനുള്ള. ആ കറക്റ്റായിട്ട് അളന്നൊഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഈ വണ്ടിയിൽ ഒരു 10,000 രൂപയുടെ പണിയുണ്ട്. ഓയിൽ സീൽ ഫുള്ള് മാറ്റണം, എഞ്ചിൻ താഴെ ഇറക്കി എല്ലാം കൂടെ 10,000 രൂപയുടെ പണിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഇത് ഫുള്ള് ഡീസലിലെല്ലാം കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്ത് കയറ്റണം. അപ്പോൾ ഇതൊന്ന് ഓർമ്മ വെക്കുക. ഓരോ വണ്ടിയുടെ അളവിനനുസരിച്ച് ഓയിൽ ഒഴിക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള പണി വരാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഡീസലെല്ലാം ഇട്ട് കഴുകി വൃത്തിയാക്കി വാട്ടർ സർവീസ് എല്ലാം ചെയ്ത് എഞ്ചിൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയ്ക്കായി ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.